നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2025 മകം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്തവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. മകം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ 2025 സാമ്പത്തിക ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അതുപോലെ കർമ്മരംഗത്ത് അഭിവൃദ്ധിയും ഒരുപാട് നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്നൊരു കാലം തന്നെ ആയിരിക്കും 2025. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നൊരു വർഷമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ക്ഷമാശീലമൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ഒരു നേട്ടം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതുപോലെ കുടുംബജീവിതമൊക്കെ നല്ലതുപോലെ മുന്നോട്ട് പോകും. ആഡംബര ജീവിതമൊക്കെ നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. അതിനുവേണ്ടി എത്ര പണം ചിലവാക്കാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. വരവിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും സാമ്പത്തിക ക്ലേശമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. കയ്യിലുള്ളത് വാരിക്കോരിയൊന്നും ചെലവഴിച്ച് തീർക്കരുത്. പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോൾ നേരിടേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. അതുപോലെ സൗമ്യമായ സ്വഭാവം ഉള്ളവരാണ് മകം നക്ഷത്രക്കാർ പൊതുവെ. എടുത്തു ചാടി പ്രതികരിക്കുകയും ചെയ്യും. നമുക്കിഷ്ടപ്പെടാത്ത കാര്യമാണ് ചിലപ്പോൾ വല്ലവരും പറയുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതികരിക്കുകയും എടുത്തു ചാടി വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവവും കൂടി നമുക്കുണ്ട്. നമ്മൾ വളരെ അടിച്ചുപൊളിയായിട്ട് മോഡേണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ വളരെയധികം വ്യത്യസ്തതകളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപോലെ തന്നെ എന്നും ജീവിക്കണമെന്ന് വാശിയൊന്നും പിടിക്കുന്നവരല്ല. വളരെ വ്യത്യസ്തങ്ങളായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യബോധമൊക്കെ ഇവർക്കുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി എന്ത് കഠിന പരിശ്രമം ചെയ്യാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. അങ്ങനെ പരിശ്രമിച്ച് അവർ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആര് എന്തൊക്കെ പറഞ്ഞാലും ഇവർ മനസ്സിലൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് നടത്തും. മറ്റുള്ളവരുടെ ഉപദേശമൊന്നും ഇവരങ്ങനെ കേൾക്കാറില്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞിട്ട് ഇവരെന്താണോ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമേ ഇവർ നടത്തി മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഇവരെ പരിചയപ്പെടുന്ന ഒരു വ്യക്തി, ഏതെങ്കിലും ഒരാൾ ഇവരെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ അവരെ മറക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം സൗമ്യമായിട്ടും സത്യസന്ധമായിട്ടും ആയിരിക്കും ഇവരവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും അവരോട് ഇടപെടുന്നതുമൊക്കെ. അതുകൊണ്ട് ഇവർക്ക് ഒരു വലിയ സുഹൃദ് വലയം ഉണ്ടായിരിക്കും. വളരെ മാന്യമായി ഇടപെടുന്നത് കൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ബന്ധം, ഏതൊരു സുഹൃത്തിനെയാണോ കിട്ടിയിട്ടുള്ളത് അത് വളരെ കാലം നിലനിൽക്കുകയും വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ആരോടെങ്കിലും അഭിപ്രായത്തിൽ ഒരു ഐക്യമില്ലാതെയൊക്കെ വരികയാണെങ്കിൽ ഒന്നും നോക്കാതെ ശക്തമായിട്ട് അവർ പ്രതികരിക്കുകയും ചെയ്യും. അതുപോലെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ, രഹസ്യമൊക്കെ സൂക്ഷിക്കാൻ ഇവരെ പോലെ മിടുക്ക് മറ്റൊരു മനുഷ്യർക്കും കാണില്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ഇവർ നേരെ വാ നേരെ പോലെ അതിനാണ്. എന്ന് വെച്ചാൽ ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഒന്നുമില്ല. എപ്പോഴും ഇവരുമായിട്ട് ഇടപെടുന്നവരും ഇവർ തിരിച്ചും നല്ലൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ലൈനായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്ത്
ആ ജീവിത വിജയം നേടിയെടുക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വർഷം പൊതുവേ ഇവർക്ക് ശത്രുദോഷമൊക്കെ ഒരല്പം കൂടുതലായിരിക്കും. നമ്മളെ ഉപദേശിക്കാനായിട്ടൊക്കെ വരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപദേശമൊക്കെ ആയിട്ട് വരുന്നവരെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഉപദേശിക്കാൻ വരുന്നവർ അത്യാവശ്യം ശത്രുതയൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഇവർ നമ്മളെ നന്നാക്കാനായിട്ടാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചെന്ന് കുഴിയിൽ ചാടിക്കും. അതുപോലെ നല്ല മുട്ടം പണിയും നമുക്ക് കിട്ടും. അതുകൊണ്ട് അതെല്ലാം ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ പണം കൊടുത്ത് ശത്രുക്കളെ സമ്പാദിക്കാൻ പറ്റിയൊരു വർഷമാണിത്. ആർക്കെങ്കിലും നമ്മൾ കയ്യിലിരിക്കുന്ന പണമൊക്കെ അത്യാവശ്യത്തിന് ചെറിയ തുകയൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് പെട്ടെന്ന് കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയൊക്കെ അവർ പിന്നെ കാണുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പണമൊക്കെ കടമായിട്ടൊക്കെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ ദേവീക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നതും കുറച്ച് സമയം ചിലവഴിക്കുന്നതും അവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കുന്നതുമൊക്കെ മനസ്സന്തോഷം കിട്ടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി കുറച്ച് നേരം ഇരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തിയുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും രോഗമൊക്കെ നിങ്ങൾ അലട്ടിയിരുന്നുവെങ്കിൽ ഈ വർഷത്തിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൊണ്ട് നിങ്ങൾക്ക് ഉയർച്ചയൊക്കെ വന്നു ചേരുന്നതായിരിക്കും. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ടും അതുപോലെ ഭർത്താവിന് ഭാര്യയെ കൊണ്ടും വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സമയമാണ്. അതുപോലെ മകം നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വേറെ പഠിക്കാനൊക്കെ വളരെ ശ്രദ്ധ കാണിക്കുന്നൊരു സമയം തന്നെയായിരിക്കും. അപ്പോൾ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ജോലിക്കാര്യത്തിൽ ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥ വരും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് നമ്മളെ തട്ടിക്കളിക്കുന്ന ഒരു രീതി ഉണ്ടായി വരും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വീട് മാറി മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരും. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ടൊക്കെ വഴക്ക് ഒന്നും ഇടാനായിട്ടൊന്നും നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് വളരെയധികം മനസ്സംഘർഷമൊക്കെ നേരിടേണ്ടി വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഏകാന്തതയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. വർഷത്തിൻ്റെ ആദ്യത്തെ ഒരു 3-4 മാസക്കാലം വളരെയധികം ശ്രദ്ധിക്കുന്നത് ജീവിതത്തിൽ നന്നായിരിക്കും. നമ്മൾ ഈ വണ്ടിക്ക് വാഹനത്തിന് ബ്രേക്കൊക്കെ ചവിട്ടുന്നത് പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു ചവിട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒന്ന് ചവിട്ടിയൊക്കെ പോകുന്നത് നന്നായിരിക്കും. ഒരു ആലോചന എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നുകൂടി ഒരു പുനരാലോചനയും കൂടി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. നമ്മുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ അത്ര നല്ല ഒരു സുഖമായിട്ടുള്ളൊരു ഇതായിരിക്കില്ല നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട് പണിയൊക്കെ വീടിന് മെയിൻ്റനൻസൊക്കെ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് ഈ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടിയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കച്ചവടത്തിലും ബിസിനസ്സിലുമൊക്കെ ചെറിയ മന്ദതയൊക്കെ വരാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ളൊരു കാലമൊന്നുമല്ല. ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഗുണവും ദോഷവും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ദോഷഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കൂടുതലുണ്ടായിരിക്കുക. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് അങ്ങ് ജീവിക്കുക. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.